നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സൈക്കിളിൽ ബുൾ മാർക്കറ്റിനെയും ബെയർ മാർക്കറ്റിനെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? ഒരു ബുൾ മാർക്കറ്റിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ സ്റ്റോക്കുകൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 50% പ്രോഫിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകും. പക്ഷെ ആ ടെംപ്റ്റേഷനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മളൊരു 100% ടാർഗറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിയ ഒരു സ്റ്റോക്ക് 100% പ്രോഫിറ്റിൽ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കോസ്റ്റ് എങ്കിലും വിത്ഡ്രോ ചെയ്യാവുന്ന ഒരു മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും, അതുപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരുപക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിലുള്ള നല്ല സ്റ്റോക്കുകളാണെങ്കിൽ പോലും ആ സ്റ്റോക്കുകൾ 50% വരെയൊക്കെ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ആ സ്റ്റോക്കുകൾ നമ്മൾ വീണ്ടും നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ബുൾ മാർക്കറ്റിൽ വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള അടിത്തറ ബിൽഡ് ചെയ്യാനായിരിക്കണം നമ്മൾ ആ ബെയറിഷ് മാർക്കറ്റ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു ബെയറിഷ് മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ ശത്രു അല്ല. അതിനെ നമുക്ക് മിത്രമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളെ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെയാണ് ഓരോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളവരും ചെയ്തിട്ടുള്ളത്.